ഹലോ, ഇന്നൊരു ഞായറാഴ്ചയാണ്, എനിക്ക് അവധിയുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ ഇൻക്യുബേറ്ററിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇതിങ്ങനെ തിരിച്ചു വെച്ചേക്കുക. കാരണം എന്താണെന്ന് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴുകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ച്. അപ്പോൾ അതൊന്ന് ബാലൻസായി, വെള്ളം ഒഴുകുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ വെച്ച്. പിന്നെ ഇപ്പം 11 മുട്ടയുണ്ട്. നേരത്തെ ഒരു മുട്ട ഓൾറെഡി ചീമുട്ടയായി പോയായിരുന്നു, അതെടുത്ത് കളഞ്ഞു. പിന്നെ ഇപ്പം നോക്കിയപ്പോൾ ഇതിനകത്തൊരു കളർ വ്യത്യാസം വന്നു. അപ്പം ഞാൻ ഓരോ മുട്ട ഇങ്ങനെ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച്. ഒരാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച നോക്കിയതാണ്, പിന്നെ ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഞരമ്പൊക്കെ കാണുന്നുണ്ട്. അറിയില്ല ഇതൊക്കെ വിരിയോ ഇല്ലയോ എന്ന്. പിന്നെ ഒരു മുട്ട അങ്ങനെ എടുത്ത് കളയുന്നില്ല ഞാൻ, കാരണം ഒത്തിരി കളറ് ഭയങ്കരമായിട്ട് മോശമായത് മാത്രം എടുത്ത് കളയുന്നത്. അങ്ങനെ ഒരെണ്ണം ഇതുവരെ വന്നിട്ടുള്ളൂ, അപ്പോൾ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടാമത്തെ മുട്ടയാണ്. ഇതിൻ്റെ മുട്ടയാണെന്ന് ആക്ച്വലി ഇപ്പോൾ മറന്നുപോയി. ഗിനിക്കോഴി വെച്ചിട്ടുണ്ട്, താറാമുട്ട വെച്ചിട്ടുണ്ട്, മറ്റേ പേത്താന്ന് പറയുന്ന സംഭവത്തിൻ്റെ മുട്ട വെച്ചിട്ടുണ്ട്, കോഴിമുട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒന്നും കാണുന്നില്ല, എന്തൊക്കെയോ ഒരു ഇതുണ്ട്, വിരിയോ ഇല്ലയോ എന്നറിയത്തില്ല. പിന്നെ ഇത് രണ്ടാമത്തെ മുട്ടയാണ്. ഇതെടുത്തപ്പം ഇതിനകത്ത് ചെറുതായിട്ട് നരമ്പ് കാണുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇത് കണ്ടിട്ട് മറ്റേ പേത്തയുടെയോ താറാവിൻ്റെയോ മുട്ടയാന്ന് തോന്നുന്നു. കോഴിയുടെ മുട്ട കുറച്ച് റൗണ്ടല്ലേ, ഇത് കുറച്ച് ഓവൽ ഷേപ്പ് പോലൊക്കെ ഇരിക്കുന്നു. ആക്ച്വലി മറന്നുപോയി, ഇത് ഇതിൻ്റെയൊക്കെ മുട്ടയാണ്. ഇത് ഗിനിക്കോഴിയുടെ മുട്ടയാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഗിനിക്കോഴിയുടെ മുട്ടയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. പിന്നെ അതിനകത്ത് കുറച്ച് പുള്ളിയൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ നോട്ടം ഇട്ടായിരുന്നു. ഇതിനകത്തൊക്കെ ഒന്നും നരമ്പൊന്നും കാണുന്നില്ല. പക്ഷേ ഇത് രണ്ടെണ്ണേ ഉള്ളൂ. ഇത് വിരിഞ്ഞാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു, കാരണം ഗിനിക്കോഴിയുടെ കുഞ്ഞിനെയൊക്കെ കാണാമല്ലോ. പിന്നെ ഇടയ്ക്ക് വെച്ച് ലൈറ്റ് ഓഫായിപ്പോയി, അപ്പം ഞാൻ ലൈറ്റ് ഇട്ട്. പിന്നെ ഇത് ഗിനിക്കോഴിയുടെ മുട്ടയാണ്. ഇതിനകത്ത് നന്നായിട്ട് വെട്ടം കയറുന്നുണ്ട്. ഇത് വിരിയോ ഇല്ലയോ ഒന്നും കാണുന്നൊന്നുമില്ല, അറിയില്ല, നോക്കാം എന്തായാലും.